Good morning. Good morning. Morning, ma'am. Okay, നമ്മൾ ഓവർവ്യൂ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുത്തോണ്ടിരുന്നത് അല്ലെ? ഓവർവ്യൂ അല്ലേ എടുത്തോണ്ടിരുന്നേ? എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? പ്രിവാലൻസ് പറഞ്ഞില്ലേ? പ്രിവാലൻസ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രിവാലൻസ് ഒക്കെ പറഞ്ഞു അല്ലെ? ഓക്കെ, ആ ടേബിൾ വരെയും കംപ്ലീറ്റ് ആണല്ലോ. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇൻസിഡൻസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? ഇൻസിഡൻസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് വൺ ആണേ. ഓക്കെ, അപ്പൊ ഇൻസിഡന്റ് റേറ്റും കൂടിയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളൂ. അത്രയും ആ ഒരു ഇൻസിഡന്റ് റേറ്റ് വരെയും നമുക്ക് ഓരോന്നിന്റെയും ഫോർമുലാസ് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇൻസിഡൻസ് കൂടി കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് നമ്മൾ ചലഞ്ചസിലേക്ക് കിടക്കുന്നത്. അപ്പൊ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഇൻസിഡൻസ് ഇസ് ദ നമ്പർ ഓഫ് lately diagnosed cases of a disease. ഒന്നണ്ടർലൈൻ ചെയ്തിട്ടേ, ഇൻസിഡൻസ് ഇസ് ദ നമ്പർ ഓഫ് lately diagnosed cases of a disease. ഈയിടെയായി രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണമാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഈയിടെയായി അടുത്തിടെ രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണം. മനസ്സിലായോ? ഒരു പോപ്പുലേഷൻ എടുക്കുക, നമ്മൾ എപ്പോഴും ഒരു പോപ്പുലേഷനെ ബേസ് ചെയ്താ പറയുന്നത് അല്ലെ? ഒരു പോപ്പുലേഷൻ എടുത്താല് ആ ഒരു നിശ്ചിത സമയ പരിധിക്കുള്ളിൽ ആ പോപ്പുലേഷനില് ഈ ഇടയ്ക്ക് അല്ലെങ്കിൽ അടുത്തിടെയായി രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണമാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആൻഡ് ഇൻസിഡൻസ് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് റീസെന്റ് കേസസ് ഓഫ് എ ഡിസീസ് divided by the number of person at risk for the disease. ഇവിടെ എന്താണ് അത് കാണാനുള്ള ഒരു ഫോർമുല ആയിട്ട് ഇവിടെ പറയുന്നത്? ഇൻസിഡന്റ് റേറ്റ് കാണാനുള്ളത് എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? നമ്പർ ഓഫ് റീസെന്റ് കേസസ് ഓഫ് എ ഡിസീസ് എന്ന് വെച്ചാൽ എന്താ? അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത അല്ലെ, അടുത്തിടെ റീസെന്റ് ആയിട്ട് അല്ലെങ്കിൽ അടുത്തിടെ നമുക്ക് രോഗം നിർണയിച്ച കേസുകളുടെ എണ്ണം. നമുക്ക് അറിയാം, ഇപ്പൊ ഒരു ഏതെങ്കിലും ഒരു സംഭവം എടുക്കാം. അപ്പൊ ക്യാൻസർ പേഷ്യൻസ് ആണ്, അല്ലെങ്കിൽ ഒരു HIV പേഷ്യന്റിന്റെ കേസ് എടുക്കാം. അപ്പൊ HIV എന്ന് പറയുന്ന ആ ഒരു രോഗം ഈ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡില് ആ പോപ്പുലേഷനില് ആ പർട്ടിക്കുലർ ടൈം പീരീഡില് എത്ര പേർക്ക് രോഗം നിർണയിച്ചിട്ടുണ്ട്? അതായത് രോഗം സ്ഥിരീകരിക്കുകയാണ് നമ്മൾ അവിടെ ചെയ്യുക അല്ലെ? രോഗനിർണയം നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ആ രോഗം അവർക്കുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയല്ലേ ചെയ്യുന്നേ? ആണോ? മനസ്സിലാവുന്നുണ്ടോ വെച്ച് പറയുന്നത്? രോഗനിർണയം നടത്തുക എന്ന് പറയുമ്പോ ആ ആളുകൾക്ക് അത് രോഗം സ്ഥിരീകരിക്കുക എന്നൊരു മീനിങ് ആവുന്നത് അല്ലെ? ഇവിടെ എത്ര പേർക്ക് ആ ഒരു പോപ്പുലേഷനില് HIV എന്ന് പറയുന്ന ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ആ HIV എന്ന് പറയുന്ന ആ ഒരു രോഗാവസ്ഥ എത്ര പേർക്ക് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ രോഗനിർണയം നടത്തിയപ്പോ എത്ര പേർക്ക് HIV ഉണ്ടെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചു? ആ ആളുകളുടെ എണ്ണമാണ് ന്യൂമറേറ്ററിൽ കൊടുക്കുക. ക്ലിയർ ആണോ? ഡിവൈഡഡ് ബൈ, തിരിച്ചെന്താണ് ഡിനോമിനേറ്ററിൽ വരിക? ബൈ ദ നമ്പർ ഓഫ് പേഴ്സൺസ് അറ്റ് റിസ്ക് ഫോർ ദ ഡിസീസ്. ആ ഒരു രോഗം വരാൻ സാധ്യതയുള്ള ആളുകളുടെ എണ്ണമാണ് ഡിനോമിനേറ്ററിൽ കൊടുക്കുന്നത്. മനസ്സിലായോ? ന്യൂമറേറ്ററിൽ എന്താ പറയാ? ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും കൂടി ഒന്ന് മനസ്സിലാക്കാൻ എനിക്ക് കിട്ടും. ഡിനോമിനേറ്റർ ആദ്യം നോക്കാം. ഡിനോമിനേറ്റർ എങ്ങനെയാ? എന്താ പറയുന്നത്? ആ ഒരു രോഗം വരാൻ സാധ്യതയുള്ള ആളുകളുടെ എണ്ണം അല്ലെ? ഇപ്പൊ ഒരു 100 പേരെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആ ഒരു രോഗം വരാൻ സാധ്യതയുള്ള ആളുകളുടെ എണ്ണം. അപ്പൊ നമുക്കറിയാം HIV എന്നൊക്കെ പറയുമ്പോ അവരുമായിട്ട് ഇന്ററാക്ഷൻ വന്നിട്ടുള്ള ചില ആളുകൾക്ക് അത് വരാൻ സാധ്യതയുണ്ട് അല്ലെ? ഉണ്ടോ? അങ്ങനെ ഒരു രോഗമല്ലേ? ആണോ? അതെ. അപ്പൊ അങ്ങനെയുള്ള, അതായത് അവരുമായിട്ട് സമ്പർക്കത്തിൽ വന്നിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ കോണ്ടാക്റ്റിൽ വന്നിരിക്കുന്നവർക്കോ അങ്ങനെ രോഗം വരാൻ സാധ്യതയുള്ള ഒരു 100 പേരുണ്ടെന്ന് വിചാരിക്കാം. അവരെ നമ്മൾ എവിടെ എഴുതണം? ന്യൂമറേറ്ററിൽ എഴുതണോ ഡിനോമിനേറ്ററിൽ എഴുതണോ? ആ രോഗം വരാൻ സാധ്യതയുള്ള ആളുകളുടെ എണ്ണം എവിടെ എഴുതണ്ടേ? ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ എഴുതണ്ടേ?
ഡിനോമിനേറ്ററിൽ എഴുതുക അല്ലെ. ഇനി ഈ അപകടം അല്ലെങ്കിൽ ഈ ആ ഒരു രോഗം വരാൻ സാധ്യതയുള്ളവരിൽ ഈ അടുത്തിടെ അല്ലെങ്കിൽ നമുക്ക് രോഗം നിർണയിച്ച ആളുകളുടെ എണ്ണം ഉണ്ടാവും അല്ലെ. രോഗം സ്ഥിരീകരിച്ച ആളുകളുടെ എണ്ണമാണ് നമ്മൾ എവിടെ എഴുതുന്നത്? ന്യൂമറേറ്ററിൽ എഴുതുന്നത്. ക്ലിയർ ആയോ? ഇൻസിഡൻസ് എന്ന് പറഞ്ഞാല് ഈ ഇടയായി അല്ലെങ്കിൽ നമുക്ക് അടുത്തിടെ രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണമാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇൻസിഡന്റ് റേറ്റ് കാണുന്നത് എങ്ങനെയാണ്? ന്യൂമറേറ്ററിൽ എന്താണ് കൊടുക്കേണ്ടേ? നമ്പർ ഓഫ് റീസെന്റ് കേസസ് ഓഫ് എ ഡിസീസ്. ഒരു രോഗം ഈ അടുത്തിടെ ഒരു രോഗം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ ആ റീസെന്റ് കേസുകളുടെ അല്ലെങ്കിൽ അടുത്തിടെ സ്ഥിരീകരിച്ച അങ്ങനെ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണമാണ് നമ്മൾ ന്യൂമറേറ്ററിൽ കൊടുക്കുക. ഡിവൈഡഡ് ബൈ എന്താ പറയുന്നത്? ദ നമ്പർ ഓഫ് പേഴ്സൺ അറ്റ് റിസ്ക് ഫോർ ദ ഡിസീസ്. ആ ഒരു രോഗം വരാൻ സാധ്യതയുള്ള ആളുകളുടെ എണ്ണമാണ് ഡിനോമിനേറ്ററിൽ കൊടുക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്താണ് റിപ്ലൈ ചെയ്യാത്തത്? മനസ്സിലാവാത്തത് കൊണ്ടാണോ? ഓക്കെ ആണോ? അത് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാമ്പോ അത് മറ്റതും കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മിസ് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഇൻസിഡൻസ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് റേറ്റ്. ഇതൊരു പ്രാധാന്യമുള്ള റേറ്റ് ആണ്. കാരണം it is the proportion of people at risk who develop disease in the course of a specific time period. അവിടെ നിർദ്ദിഷ്ട സമയം പറയുന്നുണ്ട് അല്ലെ. ആ നിർദ്ദിഷ്ട സമയ പരിധിക്കുള്ളിൽ ഒരു വ്യക്തിക്ക് രോഗം ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു രോഗം ഡെവലപ്പ് ചെയ്യാനുള്ള അപകട സാധ്യത അല്ലെ എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ അത് നമ്മൾ കണക്കാക്കുന്ന ഒരു അനുപാതമാണ്, ഒരു പ്രൊപ്പോർഷൻ ആണ് അല്ലെ. പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ എങ്ങനെയുള്ള ആളുകളുടെ അനുപാതമാണ്? ഫോർ ഡെവലപ്പ് ഡിസീസ് ഇൻ ദ കോഴ്സ് ഓഫ് സ്പെസിഫിക് ടൈം പീരിയഡ്. നിർദ്ദിഷ്ട സമയ പരിധിക്കുള്ളില് ആ ഒരു രോഗം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളുടെ അനുപാതം അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ ആണ് നമ്മുടെ ഇൻസിഡന്റ് റേറ്റ് വഴി കാണുന്നത് അല്ലെ. ഒരു അപകട സാധ്യതയുള്ള അതിൽ എത്രത്തോളം അപകട സാധ്യതയുള്ള ആളുകളുണ്ട്, അതിൽ എത്ര പേർക്ക് എന്ത് ചെയ്തു, കേസ് റിപ്പോർട്ട് ചെയ്തു എന്ന രീതിയിലുള്ള അനുപാതമാണ് നമ്മൾ ഇവിടെ എടുക്കുക അല്ലെ. ആണോ? ആണോ? ക്ലിയർ ആയോ? ഇൻസിഡൻസ് എന്താണെന്നുള്ളത് മനസ്സിലായോ? ഞാൻ ഫോർമുല പറയട്ടെ. ഓക്കെ, then formula നോക്കിയേ. Incident rate is equal to the number of new cases of disease in a given time period divided by total person time at risk during the follow-up period. അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇൻസിഡന്റ് റേറ്റിന്റെ ഫോർമുലയില് ന്യൂമറേറ്റർ ആദ്യം നോക്കാം. ന്യൂമറേറ്റർ എന്താ പറയുന്നത്? നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസ് ഇൻ എ ഗിവൺ ടൈം പീരീഡ്. നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ എപ്പോഴും ഒരു പ്രത്യേക ടൈം പീരീഡ് കാണും അല്ലെ. ഏതൊരു ഫോർമുലയിലാണെങ്കിലും ആ റേറ്റ് കാണുമ്പോൾ ഒരു പ്രത്യേക ടൈം പീരീഡ് ഉണ്ടാവും. ആ ടൈം പീരീഡിനുള്ളിൽ എത്ര പുതിയ രോഗബാധിതരുടെ എണ്ണമാണ്, പുതിയ കേസസിന്റെ എണ്ണം എത്ര ഉണ്ട്, അല്ലെങ്കിൽ എത്ര പുതിയ രോഗബാധിതരാണ് വന്നിരിക്കുന്നത്, അവരുടെ എണ്ണമാണ് ന്യൂമറേറ്ററിൽ കൊടുക്കുന്നത്. അതേ സമയ പരിധിക്കുള്ളിൽ അല്ലെ, അതേ ടൈം പീരീഡിനുള്ളില് അവിടെ പേഴ്സൺ ടൈം റിസ്ക് അല്ലെങ്കിൽ അപകട സാധ്യതയ്ക്കുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അങ്ങനെ ഫോർമുലീകരിച്ച് തന്നിരിക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അവിടെ ഇൻസിഡൻസ് അല്ലെങ്കിൽ ഇൻസിഡന്റ് റേറ്റ് എന്ന് കാണാനുള്ള ഫോർമുലയാണ് നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസ് ഇൻ എ ഗിവൺ ടൈം പീരീഡ്. ഒരു നിർദ്ദിഷ്ട സമയ പരിധിക്കുള്ളില് ആ പോപ്പുലേഷനിലുള്ള ആളുകളില് എത്ര ആളുകൾ അല്ലെങ്കിൽ എത്ര പുതിയ രോഗബാധിതരുണ്ടായി അവരുടെ എണ്ണമാണ് ന്യൂമറേറ്ററിൽ കൊടുക്കുക. ഡിനോമിനേറ്ററിൽ എന്താ വരുന്നത്? ടോട്ടൽ പേഴ്സൺ ടൈം അറ്റ് റിസ്ക് ഡ്യൂറിംഗ് ദ ഫോളോ പീരീഡ്. ആ സെയിം സമയത്ത് തന്നെ ആ ഒരു സ്പെസിഫിക് ടൈം നമുക്ക് തരുന്നുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന ടൈം പീരീഡിൽ തന്നെ അവിടെ അപകട സാധ്യതയുള്ള അല്ലെങ്കിൽ റിസ്കിലുള്ള ആളുകൾ ഉണ്ടാവും. ആ ആളുകളുടെ എണ്ണമാണ് ഡിനോമിനേറ്ററിൽ കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ ഫോർമുല? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാതിരിക്കുന്നത്? ഇത്രയും പേരുണ്ടായിട്ട് മനസ്സിലാവാത്തത് കൊണ്ടാണോ? ഓക്കെ ആണോ? ഇൻസിഡൻസ് ഓക്കെ. ഈ ഫോർമുലയുമായി ബന്ധപ്പെട്ട്
the 3 key elements, അതായത് 3 key elements ആണ് ഈ ഫോർമുലയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ് കേട്ടോ. ഒന്നാമത്തത് only new cases included in numerator. ന്യൂമറേറ്ററില് ആ സ്പെസിഫിക് ടൈം പറഞ്ഞിട്ടില്ലേ, ആ സ്പെസിഫിക് ടൈമിൽ വരുന്ന പുതിയ കേസുകൾ അല്ലെങ്കിൽ പുതിയ രോഗബാധിതരെ മാത്രമേ നമ്മൾ ഇവിടെ കൗണ്ട് ചെയ്യുള്ളൂ അല്ലെങ്കിൽ കണക്കാക്കുള്ളൂ. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ കീ എലമെന്റ് എന്ന് പറയുന്നത് ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻ ദ ഡിനോമിനേറ്റർ. ആ പോപ്പുലേഷനിലുള്ള മൊത്തത്തിലുള്ള അപകട സാധ്യതയുള്ള എല്ലാ ആളുകളെയും, ആ ഒരു ടോട്ടൽ പോപ്പുലേഷനെ മൊത്തത്തിൽ ആ റിസ്കിലുള്ള അല്ലെങ്കിൽ അപകട സാധ്യത വരാൻ സാധ്യതയുള്ള ആ റിസ്കിലുള്ള ടോട്ടൽ പോപ്പുലേഷനെ നമ്മൾ ഡിനോമിനേറ്ററിൽ കണക്കാക്കുന്നുണ്ട്. ന്യൂമറേറ്ററിൽ എന്ത് മാത്രമേ എടുക്കുന്നുള്ളൂ? ആ സ്പെസിഫിക് ടൈം പീരീഡിൽ വന്ന പുതിയ കേസുകളുടെ എണ്ണം മാത്രം അല്ലെങ്കിൽ പുതിയതായി വന്ന രോഗബാധിതരുടെ എണ്ണം മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുപോലെ ഡിനോമിനേറ്ററിൽ എങ്ങനെയാ? ആ ഒരു പോപ്പുലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ടോട്ടൽ പോപ്പുലേഷനിലുള്ള അപകട സാധ്യതയുള്ള ആളുകളുടെ എണ്ണവും നമ്മൾ ഡിനോമിനേറ്ററിൽ കണക്കാക്കുന്നുണ്ട്. ദെൻ മൂന്നാമത്തത് ടൈം എലമെന്റ് ആണ്. എന്താണ് ടൈം എലമെന്റ്? പീരിയഡ് ഓവർ വിച്ച് റീസെന്റ് കേസസ് ഡിറ്റക്റ്റഡ് ആക്കട്ടെ. അവിടെ ഡിറ്റക്റ്റഡ് എന്നാണ്, ഡിഫക്റ്റഡ് എന്നാ കിടക്കുന്നത്, ഡിറ്റക്റ്റഡ് ആക്കട്ടോ. റീസെന്റ് കേസസ് ഡിറ്റക്റ്റഡ്, പീരിയഡ് ഓവർ വിച്ച് റീസെന്റ് കേസസ് ഡിറ്റക്റ്റഡ്. അതായത് ഇവിടെ എന്താണ് ഈ റീസെന്റ് കേസസ് അല്ലെങ്കിൽ സമീപകാല കേസുകൾ അല്ലെങ്കിൽ ഈ ഇടയായി കേസസ് ഡിറ്റക്ട് ചെയ്ത ആ ഒരു പീരിയഡ് ഓവർ അല്ലെ, പീരിയഡ് ആണ് അല്ലെങ്കിൽ ആ ഒരു കണ്ടെത്തി കാലഘട്ടമാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ടൈം പീരീഡ് പറഞ്ഞില്ലേ, ആ ഒരു ടൈം പീരീഡ് എന്താണ്? ആ ഒരു ടൈം പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പുതിയ കേസസ് കണ്ടെത്തിയിട്ടുള്ള ആ ഒരു കാലഘട്ടം. അതാണ് ഇവിടെ ടൈം എലമെന്റ് ആയിട്ട് പറയുന്നത്. 3 കീ എലമെന്റ്സ് ആണ് ഈ ഇൻസിഡന്റ് റേറ്റുമായി ബന്ധപ്പെട്ട ഫോർമുലയുമായി ബന്ധപ്പെട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തത് ന്യൂമറേറ്ററിൽ പുതിയ രോഗബാധിതരുടെ എണ്ണം മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ കൗണ്ട് ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തത് ഡിനോമിനേറ്ററിൽ ആ ടോട്ടൽ പോപ്പുലേഷനിലുള്ള എല്ലാ അപകട സാധ്യതയിലുള്ള ആളുകളുടെ എണ്ണം കൂടി നമ്മൾ ഡിനോമിനേറ്ററിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് ടൈം എലമെന്റിൽ പറയുന്നത് നമുക്ക് ഈ പുതിയതായിട്ട് അല്ലെങ്കിൽ അടുത്തിടെ ഈയിടെയായി കണ്ടെത്തിയ കേസുകൾ കണ്ടെത്തിയ ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് നമ്മൾ പറയുന്നില്ലേ, ആ ഒരു കാലഘട്ടത്തെയാണ് ടൈം എലമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 3 എലമെന്റ്സും കൂടിയാണ് ആ ഒരു ഫോർമുല ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. Then next, 2 main types of incidents. Incidents 2 മെയിൻ ടൈപ്പ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ്, രണ്ടാമത്തത് ഇൻസിഡന്റ് റേറ്റ് അല്ലെങ്കിൽ ഇൻസിഡന്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. രണ്ടെണ്ണവും ജസ്റ്റ് നിങ്ങൾ പേര് മാത്രം പഠിച്ചാൽ മതി. എക്സ്പാൻഡ് ആയിട്ട് നിങ്ങൾ എന്താണ് ക്യുമുലേറ്റീവ് ഇൻസിഡന്റ് അല്ലെങ്കിൽ എന്താണ് ഒരു ഇൻസിഡന്റ് റേറ്റ് മുതലായ കാര്യങ്ങൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കാറില്ല കേട്ടോ. ഈ 2 ടൈപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കി. ഇനി എന്താണ് ഒരു ക്യുമുലേറ്റീവ് ഇൻസിഡന്റ് എന്ന് പറഞ്ഞാല് ഒരു നിശ്ചിത കാലയളവ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈം അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവില് ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ജനസംഖ്യയില് സംഭവിക്കാവുന്ന ഒരു നിർദ്ദിഷ്ട സംഭവം, ഒരു സ്പെസിഫിക് ഇൻസിഡന്റ് നടന്നു വിചാരിക്കാം. ആ ഒരു ഇൻസിഡന്റ് നടക്കാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ, ആ ഒരു സാധ്യതയാണ് ശരിക്കും ക്യുമുലേറ്റീവ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഇവിടെ അതിന്റെ സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഒരു ക്യുമുലേറ്റീവ് ഇൻസിഡന്റ് പറയുമ്പോൾ ഒരു നിശ്ചിത സമയപരിധി ഉണ്ടാവും, ഒരു പോപ്പുലേഷൻ ഉണ്ടാവും അല്ലെ. ആ ഒരു പോപ്പുലേഷനിലേക്ക് ഒരു സ്പെസിഫിക് ഇൻസിഡന്റ് നടക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് കണക്കാക്കുന്നതാണ് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് ഇവിടെ ആ ഒരു രോഗം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഇൻസിഡന്റ് അല്ലെങ്കിൽ ആ ഒരു രോഗം അല്ലെങ്കിൽ ആ ഒരു സംഭവം വരാനുള്ള സാധ്യതയാണ് നമ്മൾ ഇവിടെ കണക്കാക്കുന്നത്. മനസ്സിലായോ? ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മിസ് പറഞ്ഞാണ് കേട്ടോ. ചോദിക്കാറൊന്നുമില്ല അത് എന്താണെന്നുള്ളത്. 2 ടൈപ്പ് ഉണ്ട് എന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അതിൽ ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറയുമ്പോ ഒരു പോപ്പുലേഷൻ ഉണ്ടാവുമല്ലോ, ഒരു സ്പെസിഫിക് ടൈം പീരീഡും ഉണ്ടാവും അല്ലെ. ആ ഒരു നിശ്ചിത കാലയളവില് ആ പോപ്പുലേഷനിലേക്ക് ഒരു നിർദ്ദിഷ്ട എന്താണ് ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഇൻസിഡന്റ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് നമ്മുടെ ക്യുമുലേറ്റീവ് ഇൻസിഡന്റിലൂടെ കണക്കാക്കുന്നത്.
എന്നാൽ ഇൻസിഡന്റ് റേറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇൻസിഡന്റ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ അത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇവിടെയും ഒരു നിർദ്ദിഷ്ട കാലയളവുണ്ട്, ഒരു പ്രത്യേകമായിട്ടുള്ള എന്തുണ്ടാവും, ഒരു പോപ്പുലേഷൻ ഉണ്ടാവും അല്ലെ. രണ്ടിലും ഒരുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ, കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകത ഇൻസിഡന്റ് റേറ്റ് അല്ലെങ്കിൽ ഇൻസിഡന്റ് ഡെൻസിറ്റിയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അവ എത്രത്തോളം വേഗത്തിൽ അത് നമ്മുടെ ആ ഒരു പോപ്പുലേഷനെ ബാധിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം വേഗത്തിലാണ് അത് സംഭവിക്കുന്നത്, നമ്മുടെ റേറ്റ് എടുക്കുകയാണ്, എത്രത്തോളം വേഗത്തിലാണ് ആ ഒരു സംഭവം അവിടെ നടക്കുന്നത് എന്നതിന്റെ ഒരു അളവാണ് എന്തെന്ന് പറയുന്നത് ഇൻസിഡന്റ് റേറ്റ്. മറ്റേതെന്താ, സാധ്യതയായിരുന്നു, എത്ര വരാനുള്ള സാധ്യതയായിരുന്നു. ഇവിടെ എത്രത്തോളം വേഗത്തില് ആ രോഗമോ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയോ എത്ര വേഗത്തിലാണ് ആ ഒരു പോപ്പുലേഷനിൽ സംഭവിക്കുന്നത് എന്നതിന്റെ റേറ്റ് ആണ് ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലായോ എന്താണ് ഉദ്ദേശിച്ചത്? രണ്ട് ടൈപ്പ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറയുകയും വിചാരിക്കാം. ആ രണ്ട് ടൈപ്പില് ക്യുമുലേറ്റീവ് ആവുമ്പോ മറ്റതിലെല്ലാം സെയിം തന്നെ, ഒരു നിർദ്ദിഷ്ട സമയപരിധി ഉണ്ട്, ഒരു പോപ്പുലേഷനും ഉണ്ട് അല്ലെ. അത് രണ്ടിലും ഒരുപോലെ അല്ലേ. ആ സമയപരിധിയില് ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ നിർദ്ദിഷ്ട സംഭവം ഉണ്ടാവാനുള്ള സാധ്യതയാണ് ക്യുമുലേറ്റീവ് ഇൻസിഡന്റിലൂടെ നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ ഇൻസിഡന്റ് റേറ്റ് വരുമ്പോ ആ ഒരു രോഗം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ എത്രത്തോളം വേഗത്തിൽ ഈ പറയുന്ന പോപ്പുലേഷനിൽ സംഭവിക്കുന്നു എന്നതാണ് ഇൻസിഡന്റ് റേറ്റ് വഴി നമ്മൾ കണക്കാക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഈ പറയുന്ന ഇൻസിഡൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസിഡന്റ് അല്ലെങ്കിൽ സവിശേഷതകൾ. അതിൽ ഒന്നാമത്തത് അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ് അല്ലെ. എന്താണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്? അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ് എന്ന് വെച്ചാൽ എന്താ, ആ ഒരു സ്ഥിതി, ആ ഒരു പോപ്പുലേഷന് ഇങ്ങനെ ഒരു രോഗം വന്നോ അല്ലെങ്കിൽ ആ ഒരു പോപ്പുലേഷന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്ന ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം നമുക്ക് കിട്ടും. ഇപ്പൊ ആ ഒരു പോപ്പുലേഷന്റെ സ്ഥിതി എന്താണ്, ആ ഒരു പോപ്പുലേഷനില് ഇന്ന രോഗങ്ങള് പുതിയതായിട്ട് നമുക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര രോഗികള് അപകട സാധ്യതയുള്ള ഇത്ര രോഗികളുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുവഴി കണ്ടെത്താൻ പറ്റില്ലേ? പറ്റുമോ? അതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ. അപ്പൊ ഒരു പോപ്പുലേഷനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ പോപ്പുലേഷന്റെ ഇപ്പോഴത്തെ സ്ഥിതി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അതിനുള്ള ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഈ ഒരു ഇൻസിഡന്റ് റേറ്റ് എടുക്കുന്നത് വഴി കൊടുക്കാൻ സാധിക്കും. രണ്ടാമത്തത് എ മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസ് ബട്ട് should be for a stipulated time period. എന്ന് വെച്ചാൽ എന്താ, ഒരു നിശ്ചിത കാലയളവിലേക്ക് ആയിരിക്കണം നമ്മൾ ഇവിടെ എന്ത് എടുക്കുന്നത്, മെഷർ എടുക്കുന്നത് അല്ലെ. ഒരുപാട് നാള് ലോങ് ആയിട്ട് നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള മെഷർ അല്ലെങ്കിൽ അളവുകളാണ് നമ്മൾ ഇവിടെ എടുക്കുക, അല്ലെങ്കിൽ റേറ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അല്ല, ഒരു നിശ്ചിത സമയ പരിധി പറയും അല്ലെ, അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവ് പറയും. ആ ഒരു നിശ്ചിത കാലയളവില് റിസ്ക് ഓഫ് ഡിസീസ്, ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ടുള്ള അപകട സാധ്യത എത്രത്തോളം ഉണ്ട് എന്നാണ് ഇവിടെ മെഷർമെന്റ് അല്ലെങ്കിൽ അളവ് നടത്തുന്നത്. മൂന്നാമത്തത് എക്സ്പ്രസ് ദ റിസ്ക് ഓഫ് ഹാവിംഗ് ആൻ ഔട്ട്കം ഫോർ ദ പോപ്പുലേഷൻ അറ്റ് റിസ്ക് നോട്ട് ഫോർ എ സിംഗിൾ പേഴ്സൺ. ഇവിടെ നമ്മൾ ഓരോ വ്യക്തിയും എടുത്താണോ നമ്മൾ മെഷർ അല്ലെങ്കിൽ റേറ്റ് എടുക്കുന്നത്? ഓരോ വ്യക്തിയും എടുത്താണോ ചെയ്യുന്നത്? ആണോ? അല്ല, ഒരു പോപ്പുലേഷനെ കൺസിഡർ ചെയ്യാണ് അല്ലെ. ഒരു പോപ്പുലേഷനെ വെച്ചല്ലേ ചെയ്യുന്നത്, ഒരു വ്യക്തിയെ അല്ല അല്ലെ. അപ്പൊ ഒരു വ്യക്തിയുടെ അപകട സാധ്യതയല്ല നമ്മൾ ഇവിടെ നോക്കുന്നത്, ആ ഒരു പോപ്പുലേഷന്റെ അപകട സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന രീതിയിലുള്ളൊരു ഫലമാണ് നമുക്കിവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. നാലാമത്തത് പോപ്പുലേഷൻ മസ്റ്റ് ബി ഫ്രീ ഓഫ് ഡിസീസസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റഡി. നമ്മൾ ഈ ഒരു സ്റ്റഡി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ പോപ്പുലേഷൻ എങ്ങനെയായിരിക്കണം? ഫ്രീ ഓഫ് ഡിസീസ് ആയിരിക്കണം, മറ്റു രോഗങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കണം. കാരണം എന്താ, എന്തുകൊണ്ടാണ് അങ്ങനെ ഇല്ലാത്ത അവസ്ഥയിലായിരിക്കണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കാം? ഡിസീസ് ഫ്രീ ആയിരിക്കണം. നമ്മൾ ആ സ്റ്റഡി തുടങ്ങുന്ന സമയത്ത് ആ ഒരു പോപ്പുലേഷൻ ഡിസീസ് ഫ്രീ ആയിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാതിരിക്കുന്നേ? എന്നാലോചിച്ച് പറഞ്ഞേ. അങ്ങനെ ഡിസീസ് ഫ്രീ ആയില്ലെങ്കിൽ എന്താ പറ്റാ? നമ്മൾ ഈ എടുക്കുന്ന
റേറ്റിൽ വ്യത്യാസം വരുമോ? അതെ, കൃത്യത ഉണ്ടാവില്ല അല്ലെ. ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു സ്റ്റഡി തുടങ്ങുന്ന സമയത്ത് അവർക്ക് രോഗങ്ങളോ കാര്യങ്ങളോ ഇല്ലാതിരിക്കുന്ന ഒരു പോപ്പുലേഷൻ ആണ്. അപ്പൊ പിന്നീട് വന്ന ആ ഒരു സ്പെസിഫിക് ടൈം വരെയും നമുക്ക് അവിടെയുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ നമുക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു സ്റ്റഡി തുടങ്ങുന്ന സമയത്ത് ആ ഒരു പോപ്പുലേഷൻ ഡിസീസ് ഫ്രീ ആയിരിക്കണം എന്ന് പറയുന്നത്. 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇൻസിഡന്റിന് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം പറഞ്ഞത്, കിട്ടാത്ത റെഡിയോ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ കാര്യം പറഞ്ഞത് നമുക്കിവിടെ എന്ത് ചോദ്യത്തിനുള്ള ഉത്തരമാണ് കിട്ടുന്നത്? ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്, ആ ഒരു പോപ്പുലേഷന്റെ നിലവിലെ സ്ഥിതി എങ്ങനെയാണ്, എത്ര പേർക്ക് ഇതായിട്ട് രോഗം ബാധിച്ചിട്ടുണ്ട്, എത്ര പേര് അപകട സാധ്യതയിലാണ് എന്ന രീതിയിലുള്ള നിലവിലെ ആ സ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ലഭ്യമാകും. രണ്ടാമത്തത്, എ മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസ് ബട്ട് ഷുഡ് ബി ഫോർ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം. നമ്മൾ ഒരുപാട് വലിയ ലോങ് ആയിട്ടുള്ള കാലഘട്ടം കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. വളരെ പരിമിതമായ നിശ്ചിതമായിട്ടുള്ള ഒരു സമയപരിധിക്കുള്ളില് ആ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട് ഒരു രോഗം, അതിന്റെ അപകട സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ സാധിക്കും. മൂന്നാമത്തത്, ഒരു സിംഗിൾ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഒറ്റ വ്യക്തിയെ കണക്കാക്കിയെങ്കിൽ ആ ഒരു വ്യക്തി എത്രത്തോളം അപകട സാധ്യതയിലാണ് എന്നതിനുള്ള ഒരു ഉത്തരമല്ല നമ്മളിവിടെ എടുക്കുന്നത്. മറിച്ച് എങ്ങനെയാ, ഒരു പോപ്പുലേഷനെയാണ് കൺസിഡർ ചെയ്യുക. ആ ഒരു പോപ്പുലേഷനിൽ ആ രോഗവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം അപകട സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ വിശദീകരണമാണ് നമുക്ക് ഇതുവഴി കൊടുക്കാൻ സാധിക്കുന്നത്. നാലാമത്തത് പറഞ്ഞത്, എപ്പോഴും ഈ ഒരു സ്റ്റഡി തുടങ്ങുന്നതിന് മുൻപ് ആ പോപ്പുലേഷൻ ഡിസീസ് ഫ്രീ ആയിരിക്കണം അല്ലെങ്കിൽ രോഗമുക്തമായിരിക്കണം. ക്ലിയർ ആണോ? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസിഡൻസ് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് യൂസസ് ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡന്റിന്റെ യൂസസ് അല്ലെങ്കിൽ ഉപയോഗങ്ങൾ. ഫസ്റ്റ് വൺ ആണ് എക്സ്പ്ലെയിൻ ദ റിസ്ക് ഓഫ് ഡിസീസ് ഒക്യുറൻസ് ഓവർ ടൈം. അതായത് രോഗം വരാനുള്ള സാധ്യത അല്ലെ, ഓരോ സമയത്തും രോഗം വരാനുള്ള ഒരു സാധ്യത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിശദീകരിച്ച് തരുന്നുണ്ട് അല്ലെ. ഈ ഒരു സമയത്ത്, ഈ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളില് ഏത് രോഗമാണ് കൂടുതലും ആളുകളെ ബാധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രോഗമാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ളത്, ഏത് രോഗവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഓരോ സമയത്തുമുള്ള രോഗസാധ്യത അല്ലെ, വരാനുള്ള രോഗം അല്ലെങ്കിൽ ഏത് രോഗമാണ് നമുക്ക് റിസ്കിലായിട്ട് അല്ലെങ്കിൽ അപകട സാധ്യതയുള്ളത്, ഏത് രോഗമാണ്, വരാൻ പോകുന്നത് ഏതാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് ഇതുവഴി സാധിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ, എക്സ്പ്ലെയിൻ ദ റിസ്ക് ഓഫ് ഡിസീസ് ഒക്യുറൻസ് ഓവർ ടൈം. ഓരോ സമയത്തും രോഗം വരാനുള്ള സാധ്യതയെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ രോഗം വരാനുള്ള സാധ്യത, ആ ഒരു ടൈം പീരീഡ് ഇന്ന രോഗമായിരിക്കും ചിലപ്പോ വരാൻ സാധ്യതയുള്ളത് നമുക്ക് മനസ്സിലായി. അടുത്ത ടൈം പീരീഡ് ചിലപ്പോൾ അത് മാറാം അല്ലെ. അപ്പൊ ഓരോ സമയത്തും, അതാണ് ഓവർ ടൈം, ഓരോ സമയത്തും രോഗം വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ വിശദീകരിക്കുന്നുണ്ട്. രണ്ടാമത്തത്, യൂസ്ഫുൾ ഇൻ പ്ലാനിങ് ഫോർ പ്രിവെന്റീവ് മെഷേഴ്സ്. അപ്പൊ ഇങ്ങനെ രോഗം വരാനുള്ള സാധ്യത നമുക്ക് മനസ്സിലായാൽ നമുക്ക് അവിടെ എന്തെടുക്കാൻ പറ്റും, പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാൻ പറ്റും അല്ലെ, പ്രതിരോധ നടപടിക്രമങ്ങൾ എടുക്കാൻ പറ്റും. പറ്റില്ലേ, രോഗം വന്നിട്ട് മാറ്റുന്നതാണോ അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് അറിയുമ്പോൾ നമ്മൾ അതിനുള്ള കൃത്യമായ മെഷേഴ്സ് എടുക്കുന്നതാണോ നല്ലത്? രോഗം വന്നിട്ട് മാറ്റുന്നതാണോ അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട് എന്നറിയുമ്പോൾ നമ്മൾ അത് ട്രീറ്റ്മെന്റ് ചെയ്ത് ആവശ്യമായ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്ത് വരാതിരിക്കാൻ ശ്രമിക്കുന്നതാണോ നല്ലത്? ഏതാ നല്ലത്? വരാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് അല്ലേ? ആണോ? അതെ. അപ്പൊ അത് തന്നെ ഇവിടെയും ചെയ്യുന്നേ. നോക്കിയേ, യൂസ്ഫുൾ ഇൻ പ്ലാനിങ് ഫോർ പ്രിവെന്റീവ് മെഷേഴ്സ്. അതായത് രോഗപ്രതിരോധം നടത്തുന്നത്. അപ്പൊ ആ ഒരു പോപ്പുലേഷൻ അപകട സാധ്യതയിലാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ അതിന് വേണ്ടതായിട്ടുള്ള
പ്രതിരോധ നടപടിക്രമങ്ങൾ നമുക്ക് നടത്താൻ പറ്റും അല്ലെ. ആസ് ടു പ്രിപ്പയർ റിസോഴ്സസ് ടു കോമ്പാറ്റ് ഇവന്റ്സ് എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നതിനെ ചെറുക്കുവാനുള്ള റിസോഴ്സുകൾ അല്ലെങ്കിൽ വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. ഒരു രോഗം വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായാൽ ആ രോഗത്തിന്റെ ആ ഒരു തീവ്രത അല്ലെങ്കിൽ രോഗം ബാധിക്കുന്നതിന് മുൻപ് തന്നെ അതിനെ എങ്ങനെ നമുക്ക് ചെറുക്കാൻ സാധിക്കും, അതിനു വേണ്ടിയുള്ള എല്ലാ റിസോഴ്സുകളും പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ തയ്യാറാക്കാൻ നമുക്കിത് സഹായകമാകുന്നുണ്ട്. മൂന്നാമത്തത്, കമ്പയർ ദ റിസ്ക് ഓഫ് ദ ഡിസീസ് ബിറ്റ്വീൻ 2 or more population. അപ്പൊ ഒരു പോപ്പുലേഷന്റെ കണക്ക് മാത്രമല്ല, നമ്മൾ പല പല പോപ്പുലേഷന്റെ റേറ്റുകൾ എടുത്ത് നോക്കുമ്പോൾ ആ ഓരോ പോപ്പുലേഷൻസും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും, താരതമ്യം ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ ഒരു പോപ്പുലേഷൻ ചിലപ്പോൾ അധികം അപകട സാധ്യത ഉണ്ടാവില്ല, ഒരു പോപ്പുലേഷൻ ചിലപ്പോൾ അപകട സാധ്യത കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് താരതമ്യം ചെയ്താണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ ഒന്നോ അതിൽ കൂടുതൽ, രണ്ടോ അതിൽ കൂടുതലോ പോപ്പുലേഷൻസിനെ എടുത്ത് അവരുടെ ഓരോ പോപ്പുലേഷനിലുമുള്ള ഡിസീസിന്റെ റിസ്ക് അല്ലെങ്കിൽ അപകട സാധ്യത, രോഗവുമായി ബന്ധപ്പെട്ടുള്ള അപകട സാധ്യത നമുക്ക് താരതമ്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കമ്പയർ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് നാലാമത്തത്, as the incident rates are influenced by any factor and detect the risk factor. എന്താ, ഈ ഇൻസിഡന്റ് റേറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഇൻസിഡന്റ് റേറ്റ് കിട്ടണമെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഉണ്ടാവും. ആൻഡ് ഡിറ്റക്ട് ദ റിസ്ക് ഫാക്ടേഴ്സ്, എന്തൊക്കെ അപകട ഘടകങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇൻസിഡന്റ് റേറ്റ് എടുക്കുന്നത് വഴി സാധ്യമാകുന്നുണ്ട് അല്ലെങ്കിൽ ഉപയോഗപ്രദമാകുന്നുണ്ട്. ഇവിടെ 4 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തത്, ആ ഓരോ സമയത്തും രോഗം വരാനുള്ള സാധ്യത നമുക്ക് ഇതുവഴി വിശദീകരിക്കാൻ സാധിക്കും. രണ്ടാമത്തത്, രോഗം വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് പ്രതിരോധ നടപടിക്രമങ്ങൾ തയ്യാറാക്കാനും അതുപോലെ ആസൂത്രണം ചെയ്യാനും അതിനനുസരിച്ച് ഈ വരുന്ന രോഗത്തെ ചെറുത്തു നിൽക്കാനുള്ള റിസോഴ്സുകൾ പ്രിപ്പയർ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തത്, 2 അതിൽ കൂടുതലോ പോപ്പുലേഷൻ ഇങ്ങനെയുള്ള രോഗവുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളെ കുറിച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ താരതമ്യം ചെയ്യാൻ സാധിക്കും. നാലാമത് പറഞ്ഞത്, ഈ പറയുന്ന ഇൻസിഡന്റ് റേറ്റുമായി ബന്ധപ്പെട്ട സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ്, അപകട ഘടകങ്ങൾ എന്താണ് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാനും സാധിക്കും. ക്ലിയർ ആണോ? യൂസസ് ഓഫ് ഇൻസിഡൻസ് ഓക്കെ ആണോ? ഓക്കെ. ലാസ്റ്റ് പോയിന്റ് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡന്റിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം. അതിൽ ഒന്നാമത്, ഇറ്റ് ഇസ് ഹെൽപ്ഫുൾ, എന്തിനൊക്കെ സഹായകമാണ് ഈ ഒരു ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഒന്നാമത്തത്, ഇൻ പാത്തോജെനസിസ്. എന്താണ് പാത്തോജെനസിസ്? എന്തായിരിക്കും പാത്തോജെനസിസ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും? സ്റ്റഡി ഓഫ് ഡിസീസ് അല്ലെ. സ്റ്റഡി ഓഫ് ഡിസീസ്, അതിന്റെ ഡിസീസിനെ കുറിച്ചുള്ള ഒറിജിൻ, അതിന്റെ ഡെവലപ്മെന്റ് മുതലായ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ് പാത്തോജെനസിസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പാത്തോജെനസിസില് സഹായകമാകുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡിക്ക് ഇത് സഹായകമാകുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട് അല്ലെ. എത്ര പേർക്ക് നിലവിൽ ആ പോപ്പുലേഷൻ എത്ര പേർക്ക് ബാധിച്ചിട്ടുണ്ട്, ഇനി എത്ര പേര് അപകട സാധ്യതയിലാണ് മുതലായ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ഈ ഒരു ഇൻസിഡന്റ് റേറ്റ് വഴി കൊടുക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ അതൊരു പാത്തോജെനസിസ് അല്ലെങ്കിൽ ആ ഡിസീസിനെ കുറിച്ചുള്ള ആ ഒരു പഠനത്തിന് വളരെയധികം സഹായകമാകുന്നുണ്ട്. രണ്ടാമത്തത്, ടു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ, രോഗവ്യാപനം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്തുകൊണ്ടാണ്? പലതരത്തിലുള്ള നമ്മൾ പോപ്പുലേഷൻസ് ഒക്കെ കമ്പാരിസൺ ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ കമ്പയർ ചെയ്യുന്നപ്പോ ചിലപ്പോൾ ഒരു പോപ്പുലേഷൻ കുറവായിരിക്കാം, അടുത്ത പ്രാവശ്യം നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ആ പോപ്പുലേഷനിൽ കൂടുതലായിട്ട് കാണുന്നുണ്ടാവും ഈ രോഗം ബാധിച്ചവർ അല്ലെങ്കിൽ രോഗം ബാധിക്കാൻ അല്ലെങ്കിൽ രോഗാവസ്ഥ വരാൻ സാധ്യതയുള്ള ആളുകളുടെ എണ്ണം. അപ്പൊ അവിടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക, ആ ഒരു രോഗം എത്രത്തോളം എന്താണ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ എത്രത്തോളം വ്യാപനം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? ഈ ഒരു റേറ്റ് എടുക്കുമ്പോ മനസ്സിലാക്കാൻ പറ്റുമോ? ഒരു പ്രാവശ്യം എടുത്ത റേറ്റ് ആയിരിക്കില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോ കൂടുതൽ ആളുകളുടെ എണ്ണവും റേറ്റും ഒക്കെ കൂടി എന്ന് വിചാരിക്കും. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ലേ രോഗവ്യാപനം അവിടെ വർദ്ധിക്കുന്നുണ്ട് എന്ന് കണ്ടെത്താൻ പറ്റില്ലേ? അതെ. മൂന്നാമത്, ടു കൺട്രോൾ ഡിസീസ്. നമുക്ക് ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള ഒരു പോപ്പുലേഷനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള രോഗത്തെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും
അല്ലെ? മറ്റുള്ള ആളുകളിലേക്ക് ഇനി കൂടുതൽ പകരാതെ അല്ലെങ്കിൽ കൂടുതൽ സ്പ്രെഡ് ആവാതെ നമുക്ക് ഒരു പരിധി വരെയും നിയന്ത്രിക്കാൻ സാധിക്കും. നാലാമത്തത് ഇൻ റീസ്ട്രെയിൻ ആൻഡ് തെറാപ്യൂട്ടിക് മെഷർമെന്റ്സ്. ഇതാണ് ഉദ്ദേശിക്കുന്നത് ചികിത്സാപരമായിട്ടുള്ള അതുപോലെ അളവുകളും നിയന്ത്രണങ്ങളും. ഇവിടെ നമുക്ക് കൃത്യമായ മെഷർമെന്റുകൾ എടുക്കുന്നത് വഴി കൃത്യമായ രീതിയിൽ നിയന്ത്രിതമായ രീതിയിൽ ചികിത്സകൾ കൊടുത്ത് ഈ പറയുന്ന രോഗത്തെ നമുക്ക് നിയന്ത്രിച്ച് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ ഒരുപാട് ആളുകളെ ഇതിലേക്ക് ഉൾപ്പെടുത്താതെ ആ ഉള്ള പോപ്പുലേഷനെ തന്നെ കൃത്യമായ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക, കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, അതിനനുസരിച്ച് ആവശ്യമായ മെഷർമെന്റുകളൊക്കെ എടുത്ത് നമുക്കത് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റും. ലാസ്റ്റ് വരുന്നത് ഇൻ ഹെൽത്ത് പോളിസീസ് മേക്കിംഗ്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട ആരോഗ്യ നയങ്ങള് ഈ പറയുന്ന ഹോസ്പിറ്റലുകളിൽ സ്ഥാപിക്കാനായിട്ട് അല്ലെങ്കിൽ തയ്യാറാക്കാനായിട്ടും ഇത് സഹായകമാണ്. ഒരു ഇൻസിഡൻസിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്തിനൊക്കെ ഇത് സഹായകമാണെന്നാണ് പറഞ്ഞത്. ഒന്നാമത്തത് പാത്തോജനസിസ് അല്ലെങ്കിൽ ഡിസീസിനെ കുറിച്ചുള്ള ഡിസീസിന്റെ ഒറിജിൻ, അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് മുതലായ സ്റ്റഡീസ് അല്ലെങ്കിൽ പഠനത്തിന് ഇത് വളരെ സഹായകമാണ്. രണ്ടാമത്തത് ആ ഒരു രോഗത്തിന്റെ വ്യാപനം എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. മൂന്നാമത്തത് ആ ഒരു രോഗത്തെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ കൃത്യമായ അളവിലുള്ള ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് വഴി ഈ പറയുന്ന രോഗാവസ്ഥ അല്ലെങ്കിൽ അപകട സാധ്യത നമുക്ക് ഒരു പരിധി വരെയും കുറയ്ക്കാൻ സാധിക്കും. നെക്സ്റ്റ് പറഞ്ഞത് ആരോഗ്യ നയങ്ങൾ ഈ പറയുന്ന രോഗവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അപകട സാധ്യതയുമായി ബന്ധപ്പെട്ട ആരോഗ്യ നയങ്ങൾ തയ്യാറാക്കാനും സഹായിക്കുന്നു. ഓക്കെ ആണോ? ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഷുറൻസ്. ഓക്കെ, നമ്മുടെ ഇത്രയും ഭാഗം ആ ഒരു ഫോർമുലാസും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു പോയോണ്ടിരുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ചലഞ്ചസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ലാസ്റ്റ് ഭാഗമാണ് ചലഞ്ചസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഒരു ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇതിലൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നത്. The technological progress in the field of medical sciences have overturned our new social, economic and political policies and have provided the clinicians with newly discovered aids for diagnosis and treatment illness. ഇവിടെ എന്താ പറയുന്നത്? ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് വെച്ചാൽ എന്താ? സാങ്കേതികപരമായിട്ടുള്ള ഒത്തിരി പുരോഗതികള് നമ്മുടെ ഈ പറയുന്ന മെഡിക്കൽ സയൻസ് മേഖലകളിൽ വന്നിട്ടുണ്ട് ഇല്ലേ? മുൻപ് കണ്ടിരുന്ന ഹോസ്പിറ്റൽ പോലെയാണോ നമ്മുടെ ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ അപ്പിയർ ചെയ്യുന്നത്? ആണോ? നമ്മൾ കാണാൻ പറ്റുന്നത് അങ്ങനെയാണോ? ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടില്ലേ? ഉണ്ടോ? ടെക്നോളജിക്കലി അല്ലെങ്കിൽ സാങ്കേതികപരമായിട്ട് ഒത്തിരി പുരോഗതികള് നമ്മൾ ഇന്ന് കാണുന്ന മെഡിക്കൽ സയൻസ് മേഖലകളിൽ വന്നിട്ടുണ്ട് അല്ലെ? ഹാവ് ഓവർടേൺഡ് അവർ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പോളിസീസ് അല്ലെ? നമ്മുടെ പണ്ട് മുതലുള്ള സോഷ്യൽ ആയിക്കോട്ടെ, എക്കണോമിക്കൽ ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള പോളിസികളെ നയങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ഒത്തിരി സാങ്കേതിക പുരോഗതികള് നമ്മുടെ മെഡിക്കൽ സയൻസ് ഫീൽഡിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഒരു ഭാഗമാണ് ഹാവ് പ്രൊവൈഡഡ് ദ ക്ലിനിഷ്യൻസ് വിത്ത് newly discovered aids for diagnosis and treating illness. രോഗനിർണയം നടത്താനായിക്കോട്ടെ അല്ലെങ്കിൽ രോഗാവസ്ഥകളെ ചികിത്സിക്കാനായിക്കോട്ടെ നമ്മുടെ ക്ലിനിഷ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടേഴ്സിന് പുതിയ പുതിയ ഡിസ്കവേർഡ് ആയിട്ടുള്ള എയ്ഡ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ വരെയും അവർ ഉപയോഗിക്കാറുണ്ട് അല്ലെ? പണ്ട് കാലത്തെ ഉപകരണങ്ങളാണോ ഇപ്പൊ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നത്? എത്രത്തോളം ആധുനിക രീതിയിലുള്ളത് ലഭ്യമാകുന്നുണ്ടോ അതാണ് അവർ ഉപയോഗിക്കുന്നത് അല്ലെ? അപ്പൊ അതുപോലെ ഒത്തിരി പുരോഗതികള് നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റൽ മേഖലയില്, മെഡിക്കൽ സയൻസ് മേഖലയില് ഉണ്ടായിട്ടുണ്ട്. ഇനി പറയണോ അത്? ഓക്കെ അല്ലേ? ആ ഒരു പാരഗ്രാഫ് ചെറിയ ചെറിയ പാരഗ്രാഫ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി ട്ടോ. രണ്ടാമത് ഡിമാൻഡ് ഫ്രം ദ clinicians and the community to provide newly discovered technological capabilities in the hospital and health service system. അതുപോലെ ഇപ്പൊ നമ്മുടെ ഒരു ക്ലിനിഷ്യൻസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് മാത്രം ഈ പറയുന്ന പോലെ അവരുടെ ആവശ്യത്തിന് മാത്രം ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാൽ മതിയോ? അല്ല. And the community to provide newly discovered technology capabilities in the hospital and health
സർവീസ് സിസ്റ്റം. ഹോസ്പിറ്റലിലാണെങ്കിലും ഹെൽത്ത് സർവീസ് സിസ്റ്റംസിലാണെങ്കിലും സംവിധാനങ്ങളിലാണെങ്കിലും ഇതുപോലെയുള്ള പുതിയതായിട്ട് വികസിപ്പിച്ചെടുത്ത അല്ലെങ്കിൽ പുതിയതായി കണ്ടെത്തിയ സാങ്കേതിക വിദ്യകളും കഴിവുകളും കൊണ്ടുവരണമെന്ന് ആരാവശ്യപ്പെടുന്നുണ്ട്? ഡോക്ടേഴ്സും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലെ. നമുക്കൊരു പുതിയ മെത്തേഡ് വന്നാൽ ഈ പുതിയതായിട്ടുള്ള ഒരു ഓപ്പറേഷൻ മെത്തേഡ് വന്നു കഴിഞ്ഞാല് നമ്മൾ പറയാണ്, അവര് പറയാണ് നല്ല മെത്തേഡാണ്, നമുക്ക് ഇങ്ങനെ വളരെ എന്താണ് ഇപ്പൊ നമുക്കറിയാം ഒത്തിരി മുറിവുകളൊന്നും ഇല്ലാത്ത ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ. ആദ്യമൊക്കെ ലാപ്രോസ്കോപ്പി എന്നൊക്കെ പറയുന്ന പ്രൊസീജിയേഴ്സ് ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഇപ്പൊ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിനല്ലേ കൂടുതൽ ഡിമാൻഡ് അല്ലെ. അധികം വലിയ ഓപ്പൺ സർജറികളിലേക്ക് പോവാതെ നമുക്ക് വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ റിക്കവർ ആവുന്ന, അധികം മുറിവുകൾ ഉണ്ടാവാത്ത അങ്ങനെയുള്ള ഒരു പ്രൊസീജിയറിലോട്ടല്ലേ എല്ലാവരും താല്പര്യം കാണിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ കമ്മ്യൂണിറ്റി ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും ഇങ്ങനെ പുതിയതായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന ഓരോ സാങ്കേതിക വിദ്യകളും ഹോസ്പിറ്റൽ മേഖലയിലും അതുപോലെ ഹെൽത്ത് സർവീസ് സംവിധാനങ്ങളിലും കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നു. It has been noted that at least half of the last decades rise in medical cost is imputable to high technology medicine, especially diagnostic and surgical procedures. ഇനി എന്താ പറയുന്നത്? ഇപ്പൊ ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള രോഗനിർണയം നടത്തുന്ന രീതിയിലാവാം, അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയറിലാവാം, അല്ലെങ്കിൽ ഹൈ ടെക്നോളജി മെഡിസിൻ. അപ്പൊ നമുക്കറിയാം നമ്മൾ മുൻപ് കാലങ്ങളില്, നിങ്ങൾ അങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെക്കാം, മുൻപ് കാലങ്ങളില് നമ്മുടെ ഒരു ഓപ്പൺ സർജറി നടത്തുന്ന ആ ഒരു പ്രൈസ് അല്ലെങ്കിൽ നമുക്ക് ചിലവാകുന്ന കോസ്റ്റും ലാപ്രോസ്കോപ്പി മുതലായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു രോഗനിർണയം നടത്തുമ്പോൾ കോസ്റ്റും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസം ഉണ്ടോ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അതിന്റെ ചിലവ് അല്ലെങ്കിൽ കോസ്റ്റില് വ്യത്യാസമുണ്ട് അല്ലെ. പുതിയതായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ചിലവുകളും വരുന്നുണ്ട് ഇല്ലേ? ചിലവുകൾ വരുന്നില്ലേ? അതിനനുസരിച്ചുള്ള അത് തന്നെ എവിടെയും പറയുന്നത് എന്താ? നമ്മുടെ ഈ ലാസ്റ്റ് ഡിക്കേഡ് അല്ലെങ്കിൽ 10 വർഷത്തിന്റെ അവസാനമായപ്പോഴേക്കും നമ്മുടെ ഈ പറയുന്ന മെഡിക്കൽ കോസ്റ്റുകളില് ഒരുപാട് ചിലവുകൾ അല്ലെങ്കിൽ കോസ്റ്റുകൾ വർദ്ധിക്കാൻ തുടങ്ങി. അതെന്തുകൊണ്ടാണ് അങ്ങനെ കോസ്റ്റ് വർദ്ധിക്കാനുള്ള കാരണം? ഒരു രോഗനിർണയത്തിന് വേണ്ടി പലതരത്തിലുള്ള ടെക്നോളജീസ് കൊണ്ടുവരേണ്ടതായിട്ട് വരാം അല്ലെ. സർജിക്കൽ പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നോളജീസ് കൊണ്ടുവരേണ്ടതായിട്ട് വരാം. അതുപോലെ വളരെ ഉയർന്ന സാങ്കേതിക വിദ്യകൾ നമ്മുടെ മെഡിസിൻ ഫീൽഡിലും അല്ലെങ്കിൽ മെഡിസിൻസ് എന്ന് പറയുന്ന മേഖലകളിലും കൊണ്ടുവരേണ്ടതായിട്ട് വരുന്നത് കൊണ്ടാണ് അങ്ങനെയൊരു മെഡിക്കൽ കോസ്റ്റുകളില് വർധനവുണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? അത്രയും ഭാഗം ഓക്കെയാണോ? ഇത് പറയുന്ന ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാനുള്ള ഒരു ഭാഗമായത് കൊണ്ടാണ് കേട്ടാ. ഓക്കെ അല്ലേ? ഓക്കെ. Then next നോക്കിയേ, in spite of high cost, the commercial firms. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമുക്ക് ഒരുപാട് തുകയായിട്ട് നമുക്ക് അത് എങ്ങനെയാ അഫോർഡ് ചെയ്യാൻ പറ്റും? പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഹൈ കോസ്റ്റ് ആയി തുടങ്ങി. ഇപ്പൊ ഓരോ കാര്യങ്ങളും പുതിയതായിട്ട് കൊണ്ടുവരുമ്പോ അത് ആ ഒരു കോസ്റ്റ് അനിയന്ത്രിതമായി നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഉയർന്ന കോസ്റ്റുകളായി തുടങ്ങി കഴിഞ്ഞപ്പോ കൊമേഴ്ഷ്യൽ ഫേംസ് ആൻഡ് കോർപ്പറേറ്റ് ബോഡീസ് ആർ ലോഞ്ചിങ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഹോസ്പിറ്റൽ വിത്ത് ദ ന്യൂവസ്റ്റ് മെഡിക്കൽ ടെക്നോളജി വിത്ത് എക്കണോമിക് റിട്ടേൺസ് ആർ ഇൻക്രീസിംഗ്. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മുടെ കൊമേഴ്ഷ്യൽ ഫേമുകള് അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, നിങ്ങളെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെ പോയിട്ടുണ്ടോ? നമ്മുടെ സ്റ്റേറ്റിന്റെ ഹോസ്പിറ്റലുകളില് പോയിട്ടില്ലേ? മെഡിക്കൽ കോളേജുകളില് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെ പോയിട്ടില്ലേ? അവിടെ എങ്ങനെയാണ്? അവിടെ ഓരോ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരണമെങ്കിലും എന്തെങ്കിലും സ്പോൺസർഷിപ്പോട് കൂടിയാണ്. കണ്ടിട്ടുണ്ടോ? അത് എഴുതി വെച്ചിട്ടുണ്ടാവും, ഇന്നയാളുടെ സ്പോൺസർഷിപ്പോട് കൂടി അല്ലെങ്കിൽ ഇന്ന വ്യക്തികളെ സംഭാവന ചെയ്തതാണ് എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ട് അല്ലെ. അത് തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത് കൊമേഴ്ഷ്യൽ ഫേമുകള്, പലതരത്തിലുള്ള വാണിജ്യ സ്ഥാപനങ്ങള്, കോർപ്പറേറ്റ് ബോർഡുകള് മുതലായവ ഇങ്ങനെ ഒരുപാട് അനിയന്ത്രിതമായിട്ട് ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സേവനങ്ങളായി കഴിഞ്ഞപ്പോ ഒരുപാട് കോസ്റ്റ് ഒക്കെ ചെലവാകുന്നത് പറഞ്ഞപ്പോ നമ്മുടെ സ്റ്റേറ്റ് ഹോസ്പിറ്റലുകളില് ഇതുപോലെയുള്ള കൊമേഴ്ഷ്യൽ ഫേമുകള്, എന്താണ് വാണിജ്യ സ്ഥാപനങ്ങളാവാം അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോർഡുകള് മുതലായവര്
പുതിയതായിട്ടുള്ള മെഡിക്കൽ ടെക്നോളജീസ് അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു, പുതിയതായിട്ട് അവിടെ ലോഞ്ച് ചെയ്തു അല്ലെങ്കിൽ കൊണ്ടുവന്നു. അവരുടെ സ്പോൺസർഷിപ്പോട് കൂടിയാണ് കൊണ്ടുവന്നത്. മനസ്സിലാവുന്നുണ്ടോ? വാണിജ്യ സ്ഥാപനങ്ങൾ, കോർപ്പറേറ്റ് ബോഡീസ് ഒക്കെ. അപ്പൊ അവരിങ്ങനെ സ്പോൺസർഷിപ്പോട് കൂടി ഇതുപോലെയുള്ള പുതിയ ടെക്നോളജീസ് ഓരോ നമ്മുടെ സ്റ്റേറ്റിലുള്ള ഹോസ്പിറ്റൽസിലേക്ക് കൊടുക്കുന്നത് വഴി നമുക്ക് എന്താണ് സഹായമാകുന്നത്? നമുക്ക് അതുവഴി എന്താണ് ആ പുതിയ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ മെഡിക്കൽ ടെക്നോളജി നമുക്ക് അവിടെ കൊണ്ടുവരാനും പറ്റും. അതുപോലെ ആ ഒരു ഹോസ്പിറ്റലിന് എക്കണോമിക് റിട്ടേൺസും അതുവഴി കിട്ടുന്നുണ്ട് അല്ലെ. എന്താണ് എക്കണോമിക് റിട്ടേൺസ് പറഞ്ഞാൽ? സാമ്പത്തികപരമായിട്ട് ഒരു ലാഭം കിട്ടുന്നില്ലേ അതിൽ നിന്ന്? ഇല്ലേ? പുതിയതായിട്ടുള്ള ഒരു ടെക്നോളജി കൊണ്ടുവരുമ്പോൾ അവർ കൊടുക്കുന്ന കോസ്റ്റ് മറ്റു ഉയർന്ന കോസ്റ്റ് അല്ലെങ്കിൽ പോലും ഒരു ചെറിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭം കൂടി ആ ഒരു സ്ഥാപനങ്ങളിലേക്ക് കിട്ടിക്കോട്ടെ, അത് വർദ്ധിച്ചോട്ടെ എന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള പുതിയ ലോജിക് മെത്തേഡുകൾ ആ ഒരു കൊമേഴ്ഷ്യൽ ഫേംസ് കോർപ്പറേറ്റ് ബോഡീസ് ഒക്കെ കൊണ്ടുവരുന്നത്. ദിസ് പ്രൂവ്സ് ദ ഗ്രോയിങ് ലെവൽ ഓഫ് ഹെൽത്ത് കെയർ അവയർനെസ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ സ്റ്റേറ്റിലുള്ള ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ പുതിയതായിട്ടുള്ള ടെക്നോളജീസ് വന്നു കഴിഞ്ഞപ്പോ അതുവഴി അവിടെയുള്ള ഓരോ ആളുകളിലേക്കും നമ്മുടെ ആരോഗ്യ പരിചരണത്തെ കുറിച്ച് അവബോധം നമുക്ക് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ പീപ്പിളുടെ യൂട്ടിലൈസേഷൻ ഓഫ് സച്ച് സർവീസസ് ബൈ ദ പീപ്പിൾ ഫ്രം ദ പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടറിൽ നിന്നുള്ള ആളുകൾ വരെ ഇപ്പൊ നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ഒത്തിരി കോസ്റ്റ് ചെലവാകാണ്. ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇത്തരം സർജറിക്ക് വേണ്ടി ഇത്ര കോസ്റ്റ് വേണം എന്ന് അവിടെ പറയുമ്പോ നമ്മള് അത് വേണ്ട എന്ന് വെച്ച് നമ്മൾ എങ്ങോട്ടാ വരിക? നമുക്ക് കുറഞ്ഞ ചിലവില് ഇതേ സെയിം പ്രൊസീജിയർ കിട്ടണമെങ്കിൽ നമ്മൾ എവിടേക്കാ വരുന്നത്? എന്താണ്, നിങ്ങളൊന്നും പോവാറില്ലേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, മെഡിക്കൽ കോളേജുകളിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വരും അല്ലെ. അപ്പൊ അത് തന്നെയാ എവിടെയും പറയുന്നേ. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ആളുകൾക്ക് ഒരു അവബോധം ഉണ്ടാവുകയാണ്. കാരണം എന്താ, ഒരു പ്രൈവറ്റ് സെക്ടറിൽ പോകുമ്പോൾ നമുക്ക് ഇത്രയും തുക ചിലവാകുന്നു, നമുക്ക് ഇങ്ങനെയുള്ള നമ്മുടേതായ സ്റ്റേറ്റിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റല് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ ഇതേ സംവിധാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് അധികം കോസ്റ്റ് ചിലവാകുന്നില്ല. അത് ഈ പ്രൊസീജിയർ തന്നെ അവിടെയും ചെയ്യാൻ പോകുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കിയത് പ്രൈവറ്റ് സെക്ടറിൽ നിന്നുള്ള ആളുകൾ വരെയും ഈ സർവീസ് ഉപയോഗിക്കാനായിട്ട് ഇവിടേക്ക് എത്തുന്നതിനും ഇത് സഹായകമാകുന്നുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? Okay. Then next പറയുന്നത്, it shows that there is increasingly more and more supremacy by consumer rather than providers or procedures in medical practice. ഇവിടെ എപ്പോഴും സുപ്രീമസി അല്ലെങ്കിൽ മേൽക്കോയ്മ എന്ന് പറയുന്നത് ആർക്ക് തന്നെയാണ്? ആർക്കാണ്? ഒരു മെഡിക്കൽ ഫീൽഡില് അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുക്കുമ്പോ ഏറ്റവും കൂടുതൽ മേൽക്കോയ്മ നൽകുന്നത് അത് നൽകുന്ന ആ ഒരു ഹോസ്പിറ്റലിനാണോ അല്ലെങ്കിൽ ആ പ്രൊസീജിയേഴ്സിനാണോ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക? അല്ല അല്ലെ. അത് ഉപയോഗിക്കുന്ന കൺസ്യൂമറിനാണ് അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻസിനല്ലേ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവിടെ വരുന്ന കൺസ്യൂമർ അല്ലെങ്കിൽ ഉപഭോക്താക്കൾ ആരാണോ അവർ പേഷ്യൻസ് എന്ന് നമുക്ക് പറയാം അല്ലെ. ആ പേഷ്യൻസ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനാണ് ഏറ്റവും കൂടുതൽ സുപ്രീമസി അല്ലെങ്കിൽ മേൽക്കോയ്മയുള്ളത്. അല്ലാതെ അത് നൽകുന്ന പ്രൊവൈഡേഴ്സിനോ അല്ലെങ്കിൽ ആ നൽകുന്ന നടപടിക്രമങ്ങൾക്കോ അല്ല സുപ്രീമസി ഉണ്ടായിരിക്കുക. Then next പറയുന്നത്, hospital including to provide more and more structured services in one discipline or other rather than a holistic institution of health care with multidisciplinary medical team like eye, ENT, general surgery, etc., resulting it to be a profit-oriented business establishment. ഇവിടെ ഒരു നെഗറ്റീവായ രീതിയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഹോസ്പിറ്റൽസ് എങ്ങനെയായിരിക്കണം? ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. എന്താണ് ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോ? ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോ അവിടെ ആ ഒരു രോഗലക്ഷണങ്ങളെ ചികിത്സിച്ചാൽ മാത്രം പോരാ അല്ലെ. മറിച്ച് എങ്ങനെയാണ് ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ കൂടി ആ ഒരു പേഷ്യന്റിനെ ശ്രദ്ധിക്കണം? ശാരീരികവും മാനസികവും സാമൂഹികമായിട്ടുള്ള എല്ലാ ഘടകങ്ങളെയും പരിഗണിച്ചുകൊണ്ട് അല്ലെ ആ ഒരു ചിന്താഗതിയിൽ നടത്തുന്ന ഒരു സ്ഥാപനമായിട്ടാണോ നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത്? ആണോ? നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്?
അല്ല അല്ലെ? സത്യമായിട്ടുള്ള കാര്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹെൽത്ത് കെയർ നമ്മുടെ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട് അവരുടെ ചികിത്സ മാത്രമല്ല, അവരുടെ എല്ലാ രീതിയിലും സാമൂഹികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ വരെയും ഉൾപ്പെടുത്തി ആ ഒരു ചിന്താഗതിയിലൂടെ, അതായത് മൾട്ടി ഡിസിപ്ലിനറി ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റുകൾ അടങ്ങി ഒരു മെഡിക്കൽ ടീമായിട്ട്, അതിൽ IU എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവാം, ENT ഉണ്ടാവാം, ജനറൽ സർജറി ഉണ്ടാവാം, മുതലായ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളെ കോർത്തിണക്കിക്കൊണ്ട് അവരുടെ ചികിത്സ മാത്രം ലക്ഷ്യം വെക്കാതെ അവരുടെ മാനസികവും സാമൂഹികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആ ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമായിട്ട് ഇന്ന് നമ്മുടെ ഹോസ്പിറ്റൽസ് മാറിയിട്ടില്ല. മറിച്ച് എങ്ങനെയാണ് ഇന്ന് നമ്മുടെ ഹോസ്പിറ്റൽസ്? എങ്ങനെയാണ്? ഒന്നോ അതിൽ കൂടുതലോ ഡിസിപ്ലിനേഴ്സ്, അല്ലെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ ഡിപ്പാർട്ട്മെന്റുകളും കാര്യങ്ങളും ഉണ്ടാവും, അല്ലെ? നമ്മുടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റുകളല്ല, ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകളും സർവീസുകളും ഒക്കെ അവർ തരുന്നുണ്ട്. എങ്കിൽ പോലും റിസൾട്ടിങ് ടു ബി എ പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ ഇതിന്റെ അവസാനം, അല്ലെങ്കിൽ അതിന്റെ അത്യന്താപേക്ഷിതമായിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ്, അല്ലെ? ലാഭാധിഷ്ഠിതമായിട്ടുള്ള, അല്ലെങ്കിൽ പ്രോഫിറ്റിനെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള ഒരു ബിസിനസ് സ്ഥാപനമായിട്ട് തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റൽസ് ഇന്നും നിലനിൽക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? റപ്ചേർഡ് എന്ന് പറയാൻ ചുരുങ്ങിയ, അല്ലെങ്കിൽ വളരെ കുറവുള്ളത്. അതായത് ഈ പറയുന്ന എല്ലാ മേഖലകളെയും ഒന്നും അവർ ടച്ച് ചെയ്യുന്നില്ല, മറിച്ച് വളരെ ചുരുങ്ങിയ രീതിയിൽ പല ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നടത്തുന്നു, പല സർവീസുകൾ കൊടുത്ത് നടത്തുന്നു. ഓക്കെ ആണോ? ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു വെക്കാനുള്ള ഭാഗമാണ് കേട്ടാ. നെക്സ്റ്റ് വരുന്ന ഭാഗങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുള്ള ഭാഗമാണ് കേട്ടാ. നെക്സ്റ്റ് വരുന്നത് പേഷ്യന്റ് സർവീസ് ചലഞ്ചസ്. ഇനി നമ്മൾ ഓരോ ചലഞ്ചസിലേക്ക് കിടക്കാണ്. അപ്പൊ ആദ്യം പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകൾ അല്ലെങ്കിൽ സേവനങ്ങളുമായി ബന്ധപ്പെട്ട ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികളാണ്. അതിൽ ഒന്നാമതാണ് ക്വാളിറ്റി കെയർ. അപ്പൊ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. പേഷ്യൻസ് ഇപ്പൊ ചോദിക്കാൻ ഒരു ക്വസ്റ്റ്യൻ, പേഷ്യന്റ് സർവീസ് ചലഞ്ചസിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിക്കാം. അപ്പൊ അതില് ഉൾപ്പെടാത്തത് ഏതെങ്കിലും ആണെങ്കിൽ ഒരെണ്ണം ഉണ്ടാവും, അല്ലെങ്കിൽ ഉൾപ്പെടുന്നതാണെങ്കിലും ചിലപ്പോൾ ഒരെണ്ണം വരാം, അല്ലെങ്കിൽ 3 ഉൾപ്പെടാം. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ ആയിരിക്കുള്ള ക്വസ്റ്റ്യൻ. അതായത് ഓരോന്നും എന്താണ്, ഇപ്പൊ ക്വാളിറ്റി കെയർ എന്താണ്, അല്ലെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്താണ് എന്ന രീതിയിൽ ചോദിക്കില്ല. പേഷ്യന്റ് സർവീസ് ചലഞ്ചിൽ ഉൾപ്പെടുന്നവ, ഉൾപ്പെടാത്തവ, 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. എല്ലാ ചലഞ്ചസും അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ അതില് പേഷ്യന്റ് സർവീസ് ചലഞ്ചസില് ക്വാളിറ്റി കെയർ, നമുക്ക് നല്ലൊരു ഗുണനിലവാരമുള്ളൊരു പരിചരണം വരുന്ന പേഷ്യൻസിന് കൊടുക്കണം, അല്ലെ? അതൊരു ചലഞ്ചാണോ? ഇവരുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളിയാണോ? ആണോ? ഇതൊരു വെല്ലുവിളിയാണ്. ഇവര് നേരിടുന്ന വെല്ലുവിളിയാണ്. എന്താണ്? ഒരു ക്വാളിറ്റി കെയർ, അല്ലെ? വരുന്ന എല്ലാവർക്കും നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കുക എന്നത് ഇവര് നേരിടുന്ന ഒരു ചലഞ്ച് തന്നെയാണ്. അത് കൊടുക്കുക എന്നുള്ളത് അവരുടെ ഒരു ബാധ്യതയാണ്. അത് നല്ല രീതിയിൽ കൊടുത്ത് നല്ല രീതിയിൽ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, അടുത്തതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ പേഷ്യൻസിന് നല്ല കെയർ കൊടുത്ത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമ്പോഴാണ് ആ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകുന്നത്, അല്ലെ? അപ്പൊ ഓരോ പേഷ്യന്റും, ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന ഓരോ പേഷ്യൻസും സാറ്റിസ്ഫാക്ഷനോട് കൂടി പോവുക എന്നും അവരുടെ ഒരു ചലഞ്ച് തന്നെയാണ്. ഇതൊന്നും നല്ല രീതിയിൽ നടക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവില്ല. നല്ല ക്വാളിറ്റി കെയർ ഒക്കെ അവർക്ക് കൊടുത്തില്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. മൂന്നാമത്തത് ന്യൂ ടെക്നോളജി, പുതിയതായിട്ടുള്ള ടെക്നോളജീസ് അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കുന്ന സേവനങ്ങളിൽ ഉൾപ്പെടുത്തുക. നാലാമത്തത് സർവീസ് എക്സ്പാൻഷൻ. ഇപ്പൊ ഒരു സർവീസ് അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പേഷ്യൻസിന്, അപ്പൊ അത് കുറച്ചുകൂടി വിപുലീകരിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. ദെൻ ഓവർ ക്രൗഡിങ്, ഒരുപാട് അമിതമായിട്ടുള്ള തിരക്കുകളൊക്കെ ഒഴിവാക്കണം, അല്ലെ? അപ്പൊ നമുക്കറിയാം ഡോക്ടേഴ്സിനൊക്കെ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടുകാണും. നമ്മളെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വിളിക്കുമ്പോൾ അവർ പറയും നമ്മുടെ അടുത്ത് ഇത്രാം നമ്പർ ടോക്കൺ ആണ്, അപ്പൊ ഇത്ര സമയമാകുമ്പോഴേക്കും വന്നാൽ മതിയാവും. പറയാറുണ്ടോ?
നിങ്ങൾ ആരെങ്കിലും അപ്പോയിന്റ്മെന്റ്സിനൊക്കെ വിളിക്കുമ്പോൾ പറയാറില്ലേ? അപ്പൊ അത് എന്തിനു വേണ്ടിയാ? ഓവർ ക്രൗഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണി തുടങ്ങിയിരിക്കും, ഡോക്ടേഴ്സ് ഇത്ര മണി വരെ ഉണ്ടാവും എന്ന് മാത്രമേ പറയുമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല. കാരണം എന്താ? 10 മണിക്ക് എല്ലാവരും കൂടി അവിടെ വന്നിരിക്കുമ്പോൾ അമിതമായ ഒരു തിരക്ക് അവിടെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരെന്താ നമ്മളോട് പറയാ? ഇന്ന സമയമാകുമ്പോഴേക്കും വന്നാൽ മതി അല്ലെ പറയും. അപ്പൊ നമ്മൾ ആ സമയമാകുമ്പോഴേക്കും എത്തുള്ളൂ അല്ലെ? നമ്മൾ ആ കറക്റ്റ് സമയം നമ്മളോട് പറഞ്ഞ ആ സമയം അല്ലെങ്കിൽ ആ സമയത്തിന് തൊട്ട് മുന്നായിരിക്കും എത്താം, അല്ലെങ്കിൽ സമയം കഴിഞ്ഞിട്ടായിരിക്കും എത്താം അല്ലെ? അങ്ങനെയല്ല എത്താറ്. അപ്പൊ അവിടെ അത്രയും തിരക്ക് നമുക്ക് അവിടെ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ഇവിടെ പേഷ്യൻസിന് സർവീസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഓവർ ക്രൗഡിങ് അല്ലെങ്കിൽ അമിതമായ തിരക്കുകൾ ഒഴിവാക്കണം എന്ന് പറയുന്നതും ഈ വരുന്ന ചലഞ്ചസിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ പേഷ്യന്റ് സർവീസ് ചലഞ്ചസിൽ ക്വാളിറ്റി കെയർ നല്ല രീതിയിൽ കൊടുക്കുക, പേഷ്യൻസിനെ സാറ്റിസ്ഫാക്ഷൻ നൽകുക, പുതിയ ടെക്നോളജീസ് അവരുടെ സർവീസിൽ ഉൾപ്പെടുത്തുക, സർവീസുകൾ കുറച്ചുകൂടി വിപുലമാക്കാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരിക, ഓവർ ക്രൗഡിങ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള തിരക്ക് നിയന്ത്രിക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? പേഷ്യന്റ് സർവീസ് ചലഞ്ചസ് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഇന്റേണൽ ചലഞ്ചസ് ആണ്. ഇനി ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവർ സ്ഥാപനത്തിനുള്ളില് അവർ എന്തൊക്കെ ചലഞ്ചസ്, ഇന്റേണൽ ആയിട്ടുള്ള ചലഞ്ചസ് നോക്കി. ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെ? ഓരോ ഇടങ്ങളിലും ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവരുടെ ഓരോ ഇടങ്ങളിലെയും ക്വാളിറ്റി നമ്മൾ ഉറപ്പുവരുത്തണം. ആ ഒരു ക്വാളിറ്റി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഇവർ നല്ല രീതിയിൽ നോക്കി നടത്തേണ്ടതായിട്ട് വരും. രണ്ടാമത് കോൺസ്റ്റന്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് എന്ന് വെച്ചാൽ എന്താ? ചിലവ് നിയന്ത്രണവും സാമ്പത്തിക എന്താണ് പരിമിതികളും. ചിലവ് നിയന്ത്രണവും സാമ്പത്തിക പരിമിതികളും. കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ചിലവ് നിയന്ത്രണം. അപ്പൊ നമുക്ക് ഒരുപാട് ചിലവുകൾ വരാതെ ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്ത് ബഡ്ജറ്റുകൾ തയ്യാറാക്കുക, അതിനനുസരിച്ച് ചിലവുകൾ നിയന്ത്രിക്കുക. അതുപോലെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് സാമ്പത്തികമായ പരിമിതികൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നതും ഇവർ നേരിടുന്ന ഒരു ചലഞ്ചാണ്. മൂന്നാമത് ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ. എന്താ? നേതൃത്വ പ്രചോദനം അല്ലെ? അവിടെ ലീഡർഷിപ്പിന് വേണ്ടി അത് ഓരോരുത്തരും ഓരോ ജോലികൾ ചെയ്യണം, അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ഒരു നല്ല ലീഡർഷിപ്പും മോട്ടിവേഷനും പ്രചോദനവും ഉണ്ടെങ്കിലാണ് അവരുടെ കീഴിലുള്ള ജീവനക്കാര് നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെയല്ലേ? നമ്മുടെ ഹെഡായിട്ടിരിക്കുന്ന ആളുകള് നന്നായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല മോട്ടിവേഷൻ തന്ന് അല്ലെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞു തരുന്ന ലീഡർഷിപ്പോട് കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ ആ പ്രൊസീജിയേഴ്സ് വളരെ സിമ്പിൾ ആയിട്ട് പോകും അല്ലെ? ആണോ? നിങ്ങൾ വർക്ക് ചെയ്തവരൊക്കെ എങ്ങനെ മനസ്സിലാവും? അങ്ങനെയല്ലേ? നമ്മൾ ഒരാളും നമ്മളെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും വേഗം നടക്കില്ലേ? ഇന്നത് ചെയ്യണം, അടുത്തത് പറയാണ്, അപ്പൊ അടുത്തത് ഇന്നത് ചെയ്യണം, ഇന്ന രീതിയിൽ ചെയ്യണം, നിങ്ങൾക്കത് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ നല്ല രീതിയിൽ നേതൃത്വം നൽകി കൊണ്ടുപോകാനായിട്ട് അവിടെ ജീവനക്കാരെങ്കിൽ നമ്മുടെ ഹെഡായിട്ട് ആളുകൾ പ്രവർത്തിക്കണം. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായിട്ട് നടന്നു പോകും. അങ്ങനെ ഒരു ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവര് നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. നെക്സ്റ്റ് മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി. പുതിയതായിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജീസ് കാര്യങ്ങള് അവരുടെ പ്രൊസീജിയേഴ്സിൽ ഉൾപ്പെടുത്തുക എന്നതും ഇവരും നേരിടുന്ന ഒരു ചലഞ്ചാണ്. നെക്സ്റ്റ് വരുന്നത് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. മത്സരാധിഷ്ഠിതമായിട്ടുള്ള അല്ലെ ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് നമ്മുടെ ഹോസ്പിറ്റൽ മേഖലയിലും ഉണ്ട് അല്ലെ? ഒരു കോമ്പറ്റീഷൻ ഉണ്ടോ? മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് പഠിച്ചില്ലേ? ഒരു കോമ്പറ്റീഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അല്ലെ? അത് ഏതൊരു സ്ഥാപനമാണെങ്കിലും അതുണ്ട്. ആ ഒരു കോമ്പറ്റീറ്റീവ് രീതിയിൽ മാർക്കറ്റിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയാൽ മാത്രമേ പറ്റുള്ളൂ അല്ലെ? നല്ല രീതിയിലുള്ള സർവീസുകൾ കൊണ്ടുവരാൻ, ആളുകളെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ആളുകളുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ വരുത്തി ആളുകളെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യണം, അത് നടപ്പിലാക്കണം അല്ലെ? അത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അതിന് വേണ്ടി ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തനങ്ങളും ചെയ്യുക. ദെൻ പവർ ക്രേസ്. എന്താണ് ഒരു പവർ ക്രേസ്? അധികാര ആവേശം എന്ന് പറയും അല്ലെ? ഇവിടെ പവർ ക്രേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒത്തിരി പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാകുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അധികാരത്തിന് വേണ്ടി അവിടെ എന്തുണ്ടാവും?
എന്താ ഉണ്ടാവുക? എനിക്ക് അധികാരം വേണം, അടുത്ത ആൾ ഞാൻ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആളാണ്, എനിക്ക് ഇന്ന അധികാരം വേണം എന്ന രീതിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാറില്ലേ? ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അധികാര ആവേശം മൂലം പല പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ പ്രോബ്ലംസ് ഇല്ലാതെ കൊണ്ടുപോവുക എന്നത് ഇവർ നേരിടുന്ന ഒരു ചലഞ്ചാണ്. മനസ്സിലായോ? ഞാൻ മാൻ പവർ മാനേജ്മെന്റ്, അവിടെയുള്ള ഓരോ ജീവനക്കാരും എംപ്ലോയീസിനെയും കൃത്യമായ ജോലികൾ ഫിക്സ് ചെയ്ത് കൊടുത്ത് അവർ നന്നായി മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിവുണ്ടായിരിക്കണം. ടെക്നോളജി മാനേജ്മെന്റ്, പുതിയതായി ഉൾപ്പെടുത്തുന്ന ഓരോ ടെക്നോളജീസും നന്നായി കൈകാര്യം ചെയ്യാനും നന്നായി മാനേജ് ചെയ്യാനും ഒരു കഴിവുണ്ടായിരിക്കണം. ലാസ്റ്റ് പറഞ്ഞത് ഫിക്സഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഒരു സ്ഥിരമായ ഒരു ഓർഗനൈസേഷന് സ്ഥിരമായ ഒരു ഘടന ഉണ്ടായിരിക്കണം. ഇങ്ങനെയായിരിക്കണം ചെയ്യുന്നത്. ഇത്ര ലെവലുകളായിട്ട് തിരിച്ചിട്ട് ഇന്ന വ്യക്തികൾ ഇന്ന ജോലി ചെയ്യുന്നു, ഇന്ന വ്യക്തികൾ ഇന്ന ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന റെസ്പോൺസിബിലിറ്റി ഇന്ന ആളുകൾ ചെയ്യുന്നു. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഘടന വേണം. അല്ലാതെ ഇന്നൊരാൾക്കാർ അത് ചെയ്തു, അടുത്ത ദിവസം ഇന്ന ആൾക്കാർ ഇന്നത് ചെയ്തു, അങ്ങനെയല്ല. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഘടന എന്ത് കാര്യത്തിലാണെങ്കിലും ആ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കും. ആ ഒരു ഘടന പ്രകാരം ഓരോരുത്തരും അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് ഭംഗിയായിട്ട് നിർവഹിക്കുക. അതിലൂടെയാണ് നമുക്ക് ആ ഒരു സ്ഥാപനം നന്നായിട്ട് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതെല്ലാം വരുന്നുണ്ടോ എന്ന് മാനേജ് ചെയ്യുന്നതും ഇത് നേരിടുന്ന ഒരു ഇന്റേണൽ ചലഞ്ചിൽ വരുന്നതാണ്. എന്തൊക്കെയായിരുന്നു? ക്വാളിറ്റി മാനേജ്മെന്റ്, നല്ല രീതിയിൽ എല്ലാ ഭാഗങ്ങളിലും ക്വാളിറ്റി നിലനിർത്തുക, കൃത്യമായി മാനേജ് ചെയ്യുക. രണ്ടാമത്തത് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ്, അല്ലെ? ചിലവ് നിയന്ത്രണവും സാമ്പത്തിക പരിമിതികളും മനസ്സിലാക്കി അതിനനുസരിച്ച് ബഡ്ജറ്റുകൾ തയ്യാറാക്കി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പ്രവർത്തനങ്ങൾ നടത്തുക. മൂന്നാമത്തത് ശരിയായ രീതിയിലുള്ള നേതൃത്വങ്ങൾ കൊടുക്കുക, മോട്ടിവേഷൻസ് കൊടുക്കുക. മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജീസ്, പുതിയതായിട്ട് വരുന്ന ഇൻഫർമേഷൻ ടെക്നോളജീസിന്റെ ഉൾപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കോമ്പറ്റീറ്റീവ് ഒരു മത്സരാധിഷ്ഠിതമായ ഒരു മാർക്കറ്റിൽ നമ്മുടെ സ്ഥാപനം പിടിച്ചു നിൽക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക. പവർ ക്രേസിന്റെ അധികാര ആവേശവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടാവാതെ നോക്കുക. മാൻ പവർ മാനേജ്മെന്റ് അവരുടെ എല്ലാ എംപ്ലോയീസിനും അവരുടെ കൃത്യമായ ജോലികൾ ഏൽപ്പിക്കുകയും അവർ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുകയും ചെയ്യുക. ടെക്നോളജി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും കൊണ്ടുവരിക, അത് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. ഫിക്സഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഒരു സ്ഥിരമായ ഒരു സംഘടന അല്ലെങ്കിൽ ആ ഒരു ഘടന, ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ഫിക്സഡ് ആയിട്ടുള്ള ഘടന ഉണ്ടായിരിക്കണം. ആ ഒരു സ്ട്രക്ചർ പ്രകാരമായിരിക്കണം അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. ഇതൊക്കെ ഇന്റേണൽ ചലഞ്ചസിൽ വരുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? ഇന്റേണൽ ചലഞ്ചസ് ഓക്കെ ആണോ? ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. രണ്ടെണ്ണം കൂടിയുള്ള എക്സ്റ്റേണൽ ചലഞ്ചസും അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്. ഈ സ്ട്രാറ്റജീസ് എന്ന കാര്യങ്ങളിലൂടെ നമുക്ക് ഈ ചലഞ്ചസിനെ മീറ്റ് ചെയ്യാം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിയും. അടുത്ത ക്ലാസ്സിൽ മിസ് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു.